തിരുവനന്തപുരം വെഞ്ഞാറമൂട് മുക്കുന്നൂരിൽ യുവതിയെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. വിക്രമൻ പ്രഭ ദമ്പതികളുടെ മകൾ പ്രവീണെ വീടിനു പുറകിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, ഈ കുട്ടി എന്ത് ചെയ്യുകയായിരുന്നു? ഇങ്ങനെ ഒരു അടുത്തുള്ള യുവാക്കൾക്കെതിരെ ഈ കുടുംബം പരാതി ഉന്നയിക്കുന്നുണ്ടല്ലോ, എന്താണ് അവരുടെ പരാതി? ഇന്നലെ രാവിലെയോടുകൂടിയാണോ ഈ കുട്ടിയെ വീട്ടിന്റെ അതായത് ഈ കുട്ടിയുടെ വീട്ടിലെ പുറകിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്? വിവാഹിതയാണ്, ഭർത്താവ് ഗൾഫിലാണ്, ബിജു ഗൾഫിലാണ്. എന്നാൽ ഏറെ നാളായി ഭർത്താവിന്റെ ബന്ധുക്കൾ ഈ കുട്ടിയെ ശല്യം ചെയ്യുന്നുവെന്നും കുട്ടികളുടെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് ചില പരാതികളും ഈ പറയുന്ന വെഞ്ഞാറമൂട് പോലീസിൽ ഉൾപ്പെടെ പരാതികൾ നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് കുട്ടി മരിക്കുന്നതിന്റെ തലേ ദിവസം, ഈ കുട്ടിയെ സഞ്ചരിച്ചിരുന്ന സമയത്ത് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഒരു 2 ചെറുപ്പക്കാർ ശല്യം ചെയ്യാൻ വന്നതായും നമുക്ക് വിവരമുണ്ട്. അന്ന് വണ്ടിയിൽ നിന്ന് വീണ കുട്ടി വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതായും അറിയുന്നു. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് എത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഉള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരുപക്ഷെ ഇന്ന് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. നമുക്ക് അതേസമയം കുട്ടിയുടെ അച്ഛൻ വിക്രമൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പറയുന്ന പരാതിയുമായി, ഇതിൽ ആരോപണമുണ്ട്, ദുരൂഹതയുണ്ട് എന്ന് പറയുന്ന രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് എന്തായാലും ഈ ദുരൂഹത കണക്കിലെടുത്ത് കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശ്രീജ. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് പ്രവീണ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത്. വീട്ടുകാർ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒത്തീർപ്പായി, കേസായി, ഒത്തീർത്ത് അങ്ങനെ പോയി. സ്ത്രീധനം വേണമെന്നും പറഞ്ഞിട്ട് കേസുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വസ്തു എഴുതി വെച്ച്, എൻ്റെ മോളെ പേരിൽ എഴുതി വെച്ച്, അതിനുശേഷം അത് ഒത്തീർപ്പായി. അവളെ വീട് വെച്ച് അവിടെ താമസം, എൻ്റെ അവളെ ഉരുപ്പടിയെല്ലാം എടുത്താണ് വീടും കൂടെ വെച്ചത്. 35,000 ഉരുപ്പടി വിറ്റ് വീട് പുറത്ത് വെച്ച് അവിടെ താമസമായി. താമസമായിരിക്കുക എൻ്റെ ഭർത്താവ് കുഴപ്പമില്ല, നല്ല ഇതാണ്. അതിന് ശേഷമാണ് ഈ പയ്യൻ ഇങ്ങനെ വണ്ടി പോയതിന് ശേഷം അവൻ അശ്ലീലുള്ള ചെറിയുള്ള ഒരു ഇത് മൊബൈലിൽ കൂടെ അയച്ചിട്ട്. ഈ പയ്യൻ ആരാണ്? പയ്യൻ അശ്വിൻ എന്നെന്തോന്ന് പറയുന്നത് പയ്യനാണ്. എനിക്ക് അത്ര പോലെ ബന്ധുവാണോ? ബന്ധുവില്ല, അത് അടുത്ത് 3 വീട്ടിൻ്റെ അടുത്തുള്ള മകളുടെ വീടിൻ്റെ അടുത്ത് 3 വീട്ടിൻ്റെ ഇപ്പുറമുണ്ട്. അത് പറഞ്ഞതിന് ശേഷം അവൾ ബ്ലോക്ക് ചെയ്തു. അത് ആ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം അവന് വൈരാഗ്യം ഉണ്ടായിരുന്നു. ആ വൈരാഗ്യത്തിൻ്റെ പുറത്ത് വെച്ച് അവളെ നാത്തൂൻ്റെ മക്കളുടെയും നാത്തൂൻ്റെയും പറഞ്ഞ് ഞാൻ അവൻ കോവിലത്തിലാണ് ജോലി ചെയ്യുന്നത്. ഗോകുലത്തിൽ അവൻ വെച്ച് കണ്ട്, അവിടെ പാറപ്പുറത്ത് വെച്ച് കണ്ട്, വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ട്, കാറിൽ കണ്ട്, കുരുങ്ങിരുന്ന് അവനെ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഈ പിള്ളേരെ കൊണ്ട് ധരിപ്പിച്ചിട്ട് ഈ പിള്ളേരും നാത്തൂരും കംപ്ലീറ്റ് വീടാൻ തോറി ഇറങ്ങി അങ്ങനെ പറിച്ചു തുടങ്ങി. അപ്പോൾ അവളെ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞാൽ അങ്ങനെ പറയരുത്, പെണ്ണിൻ്റെ ഭാവി ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അവർ മുഖാന്തരമാണ് ആ വീട് ഏരിയ മൊത്തവും പറഞ്ഞാക്കിയത്. അപ്പോൾ അവൾക്കൊരു സംബന്ധം വന്നു. അതെൻ്റെ ആദ്യത്തെ ഭർത്താവ് പോയി, അവൾ തിരിച്ചു വിട്ടു. രണ്ടാമതൊരു സംബന്ധം വന്നപ്പം അത് എൻ്റെ മരുമോന് താല്പര്യമില്ല, അതിൽ അവൻ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞോളൂ. അതിനുശേഷം അവൾക്കും വൈരാഗ്യം വന്നു. എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പരാതികളുണ്ട് കുടുംബത്തിന്. ആ കാര്യങ്ങളിലൊക്കെ വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട്.